വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ഏതാണ്ട് അവസാനിക്കുന്ന മട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി ഉറപ്പിക്കാം, മുഖ്യമന്ത്രി അറിയാതെ ഈ ശബരിമലയിലെ മോഷണവും നടക്കില്ല, മുഖ്യമന്ത്രി അറിയാതെ അന്വേഷണം അട്ടിമറിക്കാനും കഴിയില്ല. ഇത് രണ്ടും മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയെന്ന് കഴിവുള്ള അന്വേഷണ ഏജൻസികൾ വന്ന് ഇനി കണ്ടെത്തേണ്ടതാണ്. ശബരിമലയിലെ മോഷണത്തിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരുമായും പങ്കുവെക്കുന്നു എന്നാണ് അറിയുന്നത്. അതിലെ സത്യം പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും സത്യമെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. അത് അന്വേഷണ ഏജൻസി എന്ന തട്ടിക്കൂട്ട് സംഘം ഇനി എത്ര അട്ടിമറിക്കാൻ നോക്കിയാലും ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂര ഭാവിയിൽ അത് അയ്യപ്പൻ തന്നെ പുറത്തുവിടും. അത് SIT എന്ന പേരിലുണ്ടാക്കിയ അന്വേഷണ സംഘം പലരെയും അറസ്റ്റ് ചെയ്തുവെങ്കിലും അതിന് മുകളിലുള്ള യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുമെന്നായപ്പോൾ അന്വേഷണം മുക്കി എന്ന് തന്നെ പറയാം. കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കേസ് അന്വേഷിച്ച് എന്താണ് കണ്ടെത്തിയത് എന്ന വലിയ ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും ശക്തനായ വലിയ കള്ളൻ എന്ന് പറയുന്നത് CPM നേതാവ് A. പത്മകുമാർ തന്നെയാണ്. അദ്ദേഹം അകത്ത് കിടക്കുകയും ചെയ്യുന്നു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായി വന്നതിന് ശേഷമാണ് ഈ മോഷ്ടിക്കാനുള്ള അവസരവും ധൈര്യവും ഒക്കെ പോറ്റിക്ക് കിട്ടിയത്. അന്നു മുതലാണ് കൂട്ടുകച്ചവടം മോഷണത്തിലേക്ക് വ്യാപിപ്പിച്ചത്. എന്നാൽ അതെല്ലാം പിടിക്കപ്പെട്ട് കള്ളന്മാർ അകത്തായി പലരും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അയ്യപ്പൻ്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടു എന്നും ദ്വാരപാലക ശില്പമൊക്കെ ഒറിജിനൽ, അത് വിദേശത്തേക്ക് കടത്തി കളഞ്ഞു എന്നുമുള്ള ആധികാരികതയുള്ള തെളിവുകൾ ഒരുപാട് ലഭിച്ചിട്ടും അങ്ങനെ കടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പക്ഷെ ഒന്നും കണ്ടെത്താൻ ഈ SITക്ക് ഇതുവരെ ആയിട്ടില്ല. അത് SITയുടെ വീഴ്ച തന്നെയാണ്. എന്നാൽ ഇതിനെ വീഴ്ച എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടുള്ളതല്ല. അത് വീഴ്ച മനഃപൂർവ്വം വരുത്തി വച്ചതാണ്. പ്രമുഖരെയെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ അധികാരികൾ തന്നെ വീഴ്ച വരുത്തിയതാണ് എന്ന് പറയേണ്ടി വരും. ഇനി സത്യസന്ധതയുള്ള ഏജൻസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നാൽ അത് അന്വേഷിച്ചാൽ ആദ്യം കുടുങ്ങുക കേരളത്തിലെ ആഭ്യന്തര വകുപ്പായിരിക്കും. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മുഖ്യമന്ത്രി അറിയാതെ മോഷണവും നടക്കില്ല, ആ മോഷണക്കേസ് അട്ടിമറിക്കലും മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വർണം മോഷ്ടിച്ചവരെക്കുറിച്ചും അത് കൊണ്ടുപോയത് എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി അറിയണമെങ്കിൽ മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരെയും ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള അന്വേഷണ ഏജൻസി തന്നെ വരണമെന്ന അഭിപ്രായത്തിലേക്ക് കേരളത്തിലെ എന്നല്ല മുഴുവൻ വിശ്വാസികളും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട പലരുടെയും മൊഴികളിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെയൊക്കെ പേര് വ്യക്തമായി പറയുന്നുണ്ട് എന്നിരിക്കെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇതിപ്പോൾ ഈ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും കാരണം മുഖ്യമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് ഒരുപക്ഷെ കടകംപള്ളി തുറന്നു പറയുമെന്ന ഒരു ഭയത്താലാണ് കടകംപള്ളിയെ മുഖ്യൻ സംരക്ഷിക്കുന്നത് എന്നുമുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി 2 മാസം കഴിഞ്ഞ് ഒരുപക്ഷെ UDF അധികാരത്തിലെത്തിയാൽ ശബരിമല കേസ് അവർ വീണ്ടും ശക്തമായി അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ചോദ്യം ചെയ്യപ്പെടും എന്നുറപ്പാണ്. അത് ഈ SIT വരുത്തിവെക്കുന്ന ഒരു താൽക്കാലിക വിജയം മാത്രം കൊണ്ടുള്ളതാണ്. ഏകദേശം 1/4 നൂറ്റാണ്ടായി പല കള്ളത്തരങ്ങളും ഇങ്ങനെ ഒതുക്കിയും പൂഴ്ത്തിവെച്ചും മുന്നോട്ട് വരുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് വാർത്തകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് 1996 വൈദ്യുതി മന്ത്രിയായിരുന്ന സമയം മുതൽ ലാവ്ലിൻ കേസിൽ തുടങ്ങിയൊരു പരിപാടിയാണ്. അതിപ്പോൾ സ്വർണ്ണക്കടത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പലതിലും അന്വേഷണം നടക്കുന്നു, പലതിലും രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ ഇവിടെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്നത്. ഇതിൽ പങ്കുപറ്റിയവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ 2 വോട്ടിന് വേണ്ടി കള്ളന്മാരെ ഇങ്ങനെ രക്ഷിക്കാൻ SIT തയ്യാറാകുന്നുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ മോഷ്ടിച്ചവർ എല്ലാം കുടുങ്ങും. അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തു വന്നതിന് ശേഷം ചിലർക്ക് നൽകിയ സൂചന എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ജനകോടികൾ വിശ്വാസമർപ്പിക്കുന്നൊരു ആരാധനാലയമാണ് ശബരിമല. ആ അയ്യപ്പൻ്റെ സന്നിധാനത്തേക്ക് സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചവർ പിന്നീട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. സ്ത്രീകളെ കയറ്റാൻ കൂട്ടുപോയ പോലീസ് മേധാവി ആ സന്നിധാനത്ത് പോയി അയ്യപ്പൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്നതും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ SITക്കും സംശയം വേണ്ട,
സത്യം അറിയുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് നിങ്ങളുടെയും ഗതി.